നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് കേസിൽ ആന്റണി എംപിക്ക് കുരുക്ക് കൂടുതൽ മുറുകുകയാണ്. 2 കോടി വാങ്ങിയെന്ന ബാങ്ക് ഉടമയുടെ വെളിപ്പെടുത്തലിൽ ED ഉടൻ ആന്റോയെ ചോദ്യം ചെയ്തേക്കുമെന്നുള്ളതാണ് വിവരം. ചോദ്യം ചോദിച്ച മാധ്യമങ്ങൾക്ക് വേറെ പണിയില്ലേ എന്നുള്ളതായിരുന്നു എംപിയുടെ മറുചോദ്യം. അടൂർ പ്രകാശ് എംപിക്കെതിരായ സ്വർണ്ണക്കൊള്ളയെങ്കിൽ ആന്റണിക്ക് എംപിക്കെതിരെ കള്ളപ്പണ ഇടപാടെന്നുള്ള ആരോപണം കൂടി വരുമ്പോൾ ഈ രാഷ്ട്രീയ ആരോപണവും രാഷ്ട്രീയമായിട്ടുള്ള വിമർശനവും ശക്തമാക്കുകയാണ് CPM. നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് എന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനം കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്ന് പ്രതിസന്ധിയിലായിരുന്നു. ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വാർത്താസമ്മേളനം വിളിച്ച് നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് ഉടമ NM രാജു 2 കോടി രൂപ 2019 തെരഞ്ഞെടുപ്പ് സമയത്ത് ആന്റണിക്ക് കൈമാറിയിരുന്നു എന്ന് വെളിപ്പെടുത്തിയത്. പണം കൈപ്പറ്റിയതായി ആന്റണി സമ്മതിച്ചിട്ടുണ്ട്. അതേസമയം തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ ഒരു പണമാണ് എന്നാണ് കരുതുന്നതെന്ന് ആദ്യം അദ്ദേഹം പറഞ്ഞിരുന്നു. അതേസമയം ഇത്തരത്തിൽ നൽകിയ തുകയിൽ വലിയ സംഖ്യ തിരികെ നൽകിയിട്ടുണ്ട് എന്നും ആന്റണി MP വ്യക്തമാക്കി. എന്നാൽ തുക സംബന്ധിച്ച് പൂർണ്ണമായും ഒരു കൃത്യതയോടെ അല്ലെങ്കിൽ വ്യക്തതയോടെ അദ്ദേഹം മറുപടി നൽകിയിട്ടില്ല. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്ത്രി വലിയൊരു തുക ഈ നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റിൽ നിക്ഷേപിച്ചിരുന്നു എന്ന് ചില ഊഹാപോഹങ്ങൾ പ്രചരിച്ചിരുന്നു. തന്ത്രി ഇത്തരത്തിൽ പണം തങ്ങളുടെ സ്ഥാപനത്തിൽ നിക്ഷേപിച്ചിട്ടില്ല എന്നാണ് നെടുമ്പറമ്പിലെ ഉടമകളുടെ നിലപാട്. എന്തായിരുന്നാലും ഈ ആന്റണി MPക്ക് കൈമാറിയത് കള്ളപ്പണമാണ് അല്ലെങ്കിൽ കൊള്ളയിലൂടെ സമ്പാദിച്ച പണമാണ് എന്നുള്ള നിഗമനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആന്റണി MPയെ ചോദ്യം ചെയ്യണം എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇപ്പോഴത്തെ നിലപാട്. എന്തായിരുന്നു ഈ പണമിടപാടിന് പിന്നിൽ എന്നുള്ള ചോദ്യമാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉയർത്തിയത്. നിയമപരമായാണോ ഇടപാടുകൾ നടന്നതെന്നും അദ്ദേഹം ചോദിക്കുന്നു. രേഖകൾ ഇല്ലാതെയാണ് ആന്റണി പണം വാങ്ങിയത് എങ്കിൽ അത് കള്ളപ്പണമാകാം എന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞു വയ്ക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു MPക്ക് എന്തിനാണ് 2 കോടി രൂപ ചിലവാക്കാൻ? ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗമായിട്ട് അന്നത്തെ പരിസ്ഥിതിയിൽ 90-95 ലക്ഷം രൂപ ചിലവാക്കാൻ പറ്റുള്ളൂ. ബാക്കി ഈ കോടിയോടിയാ പോയെ. കോൺഗ്രസ് പാർട്ടി അറിഞ്ഞുകൊണ്ടാണോ ഇത്തരത്തിൽ ആന്റണി പണം വാങ്ങിയത് എന്ന ചോദ്യമാണ് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഉയർത്തുന്നത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കേണ്ടത് അതിൽ കോൺഗ്രസ് പാർട്ടി അറിഞ്ഞുകൊണ്ടാണോ ഈ കാര്യം വാങ്ങിയത് എന്നുള്ള കാര്യം വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അടൂർ പ്രകാശ് MPക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് ഉയർന്നത്. ഇതിനെ പ്രതിരോധിച്ചു വരുന്നതിനിടെയാണ് ഇപ്പോൾ ആന്റണി MPക്കെതിരെയും ആരോപണം ഉയർന്നിരിക്കുന്നത്. ഈ ആരോപണത്തെയും പ്രതിരോധിക്കേണ്ട ബാധ്യത കൂടി കോൺഗ്രസിന് വന്നു ചേർന്നിരിക്കുന്നു. പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.